ഹലോ ഫ്രണ്ട്സ്, ട്രാവൽസുത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് വേൾഡ് ഹോട്ടലിൽ ചെക്ക് ഇനൊക്കെ ചെയ്തു. അത് കഴിഞ്ഞൊന്ന് ഫ്രഷായി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഇൻഡോർ തീം പാർക്കായ സ്കൈട്രോപോളിസിലെ വിശേഷങ്ങളാണ്. ഈ പാർക്കിൻ്റെ എൻട്രിയിൽ തന്നെ കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ ചെറിയ സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ടിക്കറ്റൊക്കെ ഒരു കോമ്പിനേഷൻ പാക്കേജ് പോലെ എടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 10 റിങ്കറ്റ് അതേപോലെ 15 റിങ്കറ്റ്സ് ഒക്കെയാണ് ഓരോ റൈഡ്സിനും വരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ബലൂൺ റൈസ് അതേപോലെ സ്കൈ സ്ക്രൈപ്പർ റൈഡ്. ഇത് രണ്ടും ഫാമിലി റൈഡ്സ് ആണ്. ഇവിടെ ഏകദേശം 22 റൈഡ്സ് ആണുള്ളത്. അപ്പോൾ ഈ റൈഡ്സിനെ മെയിനായിട്ട് 3 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കിഡ്സിന് പറ്റിയ റൈഡ്സ് ഉണ്ട്, അതേപോലെ ഈ ഫാമിലിക്ക് പറ്റിയത്, അതേപോലെ കുറച്ച് ത്രില്ലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ റൈഡ്സും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഓരോ റൈഡിലും കയറാൻ പറ്റുമോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ഹൈറ്റ് അതേപോലെ ഏജൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിനുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ ഓരോ റൈഡിൻ്റെയും അടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റുകയുള്ളൂ. ഈ കാണുന്ന റൈഡിൻ്റെ പേരാണ് ഡിസ്കോ ത്രിൽ റൈഡ്. ഇവിടുത്തെ മറ്റൊരു ഫാമിലി റൈഡാണ് ആ കാണുന്നത്. അതിൻ്റെ പേര് സോറിംഗ് ഷിപ്പ് റൈഡ് എന്നാണ്. എനിക്ക് കണ്ടതിൽ ഏറ്റവും അഡ്വഞ്ചറസ് ആയി തോന്നിയൊരു റൈഡാണ് ഈ കാണുന്നത്. അതിൻ്റെ പേരാണ് പവർ സർജ് റൈഡ്. അപ്പോൾ ഇതിൽ നിന്ന് കയറി വരുമ്പോഴേക്കും ഏകദേശം ഒരു പരിവാവും. അപ്പോൾ ഇവിടെയുള്ള 22 റൈഡ്സിന് പുറമെ വേറെയും കുറച്ച് സിഗ്നേച്ചർ അട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ പേരാണ് ദ വോയിഡ്. അപ്പോൾ ഇവിടെയുള്ള ഗെയിംസ് എല്ലാം വിർച്വൽ റിയാലിറ്റി ടെക്നോളജി അതേപോലെ ഈ മൾട്ടിപ്പിൾ സെൻസറിങ് എഫക്ട്സിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അങ്ങനെ നമ്മൾ ഇൻഡോർ തീം പാർക്കിലെ കാഴ്ചകളൊക്കെ ഒരുവിധം കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് വേൾഡ് പ്ലാസയിലോട്ട് പോകാം. അവിടെയും കുറേ കാഴ്ചകളുണ്ട്. ലോകത്തിലെ പല പല കൺട്രീസിലെ ഫേമസ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയോ ഇവിടെ ഡിസ്പ്ലേ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് മനസ്സിലാവണില്ല, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഫസ്റ്റ് വേൾഡ് പ്ലാസയിലെ മറ്റൊരു സെക്ഷനാണ് അഡ്വഞ്ചർ ലാൻഡ്. ഇതിനുള്ളിലും കുറേ അട്രാക്ഷൻസ് ഒക്കെ ഉണ്ട്. അതേപോലെ അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറും പ്രൈസ് ഡീറ്റെയിൽസും ആണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ എല്ലാ അട്രാക്ഷൻസും ഇൻക്ലൂഡഡ് ആയ ഒരു പാക്കേജിന് വരുന്നത് 99 റിങ്കറ്റ്സ് ആണ്. ഈ കോംബോ ഓഫർ അല്ലാതെ വേറെയും പല കോംബോ ഓഫേഴ്സും ഉണ്ട്, സെറ്റ് എ സെറ്റ് ബി എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഓരോ അട്രാക്ഷൻസിൻ്റെയും സെപ്പറേറ്റ് ടിക്കറ്റും നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ചെറിയൊരു റേസിംഗ് ട്രാക്കൊക്കെ ടയറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റൈഡേഴ്സിന് റൈഡ് ചെയ്യാനുള്ള വണ്ടികളും അവിടെ കിടക്കുന്നുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറേ റൈഡ്സ് ഒക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ജെന്റിങ് ഹൈലൻഡ്സിലെ ഈ തീം പാർക്ക്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്, ഇവിടുത്തെ മോസ്റ്റ് അവൈറ്റഡ് ഐറ്റം. ഇവിടുത്തെ ഹാളിൽ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ലൈറ്റ് ആൻഡ് സൗണ്ട് വെച്ചുള്ളൊരു അമേസിങ് ബോൾ പെർഫോമൻസ് ഉണ്ട്. അതിൻ്റെ പേരാണ് സ്കൈ സിംഫണി. അപ്പോൾ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം.
സ്കൈ സിംഫണി താഴ്ന്ന് കാണുന്നതാണ് കുറച്ചുകൂടി നല്ലത്, എന്നാലും ഒരു കറക്റ്റ് ഫീൽ നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇവിടുത്തെ വീഡിയോ ഗെയിം പാർക്കായ ബിഗ് ടോപ്പിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മളിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിടാ പോകണമെന്ന് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. തിരിച്ചെങ്ങനെ റൂമിലെത്തുന്ന യാതൊരു ഐഡിയ ഇല്ല. മിക്കവാറും ഗൂഗിൾ മാപ്പൊക്കെ വെച്ച് റൂമൊക്കെ സെർച്ച് ചെയ്ത് പോകേണ്ടി വരുന്നതാണ് തോന്നണേ.
അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ സ്നോ വേൾഡ് ഏരിയ. അപ്പോൾ അഡ്മിഷൻ ചാർജ് എന്ന് പറയുന്നത് 45 റിംഗറ്റാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടും അതേപോലെ ടിക്കറ്റ് റേറ്റ് നല്ല കത്തിയായത് കൊണ്ടും അധികം റൈഡ്സിലൊന്നും നമ്മൾ കയറിയില്ല. ഇവിടുത്തെ ഒരു ഫേമസ് പബ്ബാണ് ഈ കാണുന്നത്. നല്ല DJ നൈറ്റ് പാർട്ടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. രാത്രി ഇവിടെ നല്ല തണുപ്പാണ്, നല്ല കോടയുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ കിടിലനാണ്, ഒരു രക്ഷയില്ല. നമ്മുടെ ഹോട്ടലാണ് ആ കാണുന്നത്. എങ്ങനെ അങ്ങോട്ട് എത്തുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ചെറുതായ ഒന്ന് പണിവാളി. റൂമിലോട്ട് പോകാനുള്ള വഴി യാതൊരു പിടിയും കിട്ടുന്നില്ല. അവസാനം ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. നടന്ന് പഞ്ചറായി. അപ്പോൾ എങ്ങനെയെങ്കിലും റൂമിലൊക്കെ ഒന്ന് എത്തി കിടന്നുറങ്ങിയാൽ മതി. നല്ല ക്ഷീണമുണ്ട്. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള ഒരു മോർണിംഗ് വ്യൂ. എന്താ പറയാ, പൊളിയല്ലേ? എന്താ പറയുക, മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബ്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാൻ പോവാം. നമ്മളിപ്പോൾ ഇതേ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് തീം പാർക്ക് ഹോട്ടലാണ്. ജെന്റിങ് ഹൈലൻഡ്സിലെ തന്നെ മറ്റൊരു നല്ല ഹോട്ടലാണിത്. അപ്പോൾ അവിടുത്തെ ചില ആർട്ട് വർക്കുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്ക് മൊത്തം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജെന്റിങ് ഹൈലൻഡ്സ് ഹീറോസ് തീം ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മുടെ തീം ഹോട്ടലിൻ്റെ ബാക്കിൽ ചെറിയൊരു പാർക്കുണ്ട്, ഗാർഡൻ ഉണ്ട്. അപ്പോൾ രാവിലെ 8 മണി തൊട്ട് 12 മണി വരെയാണ് ഓപ്പൺ. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. എക്സ്പീരിയൻസ് ടോക്കിംഗ് ഗാർഡൻ. നമ്മളിപ്പോൾ ഉള്ളത് ജെന്റിങ് ഹൈലാൻഡ്സിലെ തീം പാർക്ക് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഗാർഡനിലാണ്. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കേബിൾ കാറൊക്കെ പോണ കാണാൻ നല്ല മനോഹരമായ വ്യൂ ആണ്. പിന്നെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മലകളൊക്കെ ഇങ്ങനെ മേഘങ്ങളൊക്കെ മൂടി നമ്മുടെ മീശപ്പിലിമലയിൽ പോയാൽ കാണുന്ന പോലത്തെ അതിലും വലിയ സെറ്റപ്പിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. മൊത്തം വൈറ്റായിട്ട് നിങ്ങളിപ്പോൾ ഫ്രണ്ടിലേക്ക് വന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നും കാണാൻ പറ്റില്ല, ഫുൾ മേഘങ്ങളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് എടുക്കാം. എന്താ പറയുക, ഒരു രക്ഷയില്ല. കിടില ഫീൽ എന്ന് പറഞ്ഞാൽ കിടില ഫീൽ. പിന്നെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. ഏകദേശം ഒരു 18 ഡിഗ്രി ഒക്കെ വരുന്നുണ്ട്. 15 to 18. പിന്നെ അതിലും രാത്രിയൊക്കെ ആകുമ്പോൾ അതിലും താഴെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മൂന്നാർ കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീലില്ല, ആ ഒരു സെയിം ഫീലാണ് ഇവിടെ വരുമ്പോൾ ഉള്ളത്. എന്താ പറയുക. അപ്പോൾ നമ്മൾ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ജെന്റിങ് ഹൈലൻഡ്സിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നല്ല ഏക്കർ കണക്കിന് ഏരിയ ഉണ്ട്. അവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ്, ഇതേപോലെ തീം പാർക്ക്, പിന്നെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, ഹോട്ടൽസ് എല്ലാം ഉണ്ട്.
അപ്പോൾ മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ്. അവർ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആരോ മാർക്സ് പരിപാടികൾ വെച്ചിട്ടുണ്ട്. ബട്ട് എന്നാലും നമുക്ക് കൺഫ്യൂഷനാവും എങ്ങോട്ട് പോകണം, എങ്ങോട്ട് തിരിച്ചു വരണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കും എന്നുള്ള കൺഫ്യൂഷനില്ല. എങ്ങോട്ട് ആദ്യം പോകണം, എങ്ങോട്ട് അവസാനം പോകണം, അവസാനം എങ്ങോട്ട് എത്തണം എന്നുള്ളൊരു കൺഫ്യൂഷനില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഏരിയാസ് ഇവിടെ കാണാനുള്ളത്. ഇനിയും കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ഇവിടെ വരാണെങ്കിൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 1 day and night സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ അരീന ഓഫ് സ്റ്റാർസ്, മൂവി തിയേറ്റർ സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. പടം സിനിമ എപ്പോഴാണെന്നുള്ളത് അറിയില്ല. ഞങ്ങളിപ്പോൾ പോയപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടേക്കായിരുന്നു. രാവിലെ എനിക്ക് ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. അവസാനം നടന്ന് നമ്മൾ വീണ്ടും KFCയിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ ഇനി പോകുന്നത് ചിൻസ്വി കേവ്സ് ടെമ്പിളിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ട്രാവൽസുത്ര. ദിസ് ഈസ് ട്രാവൽസുത്ര സൈനിങ് ഓഫ്.